ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ഗിസ്മോക്ക്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ടി വി ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം OLED ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പിക്ചർ ടെക്നോളജി. അപ്പോൾ അതിൽ പിക്ചർ കോൺട്രാസ്റ്റും ബ്ലാക്ക് ലെവൽസും ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് OLED. LGയുടെ G3 എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ G സീരീസിലുള്ള കഴിഞ്ഞ കൊല്ലത്തെ G3 സീരീസ് മോഡലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ കമ്പാരിസൺ വീഡിയോസും ആമസോൺ ഡീൽസ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ OLED ടി വികളുടെ ഇടയിൽ LG ഏകദേശം 10 കൊല്ലമായിട്ട് മാർക്കറ്റ് ലീഡറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ OLED എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഉള്ള നമ്മുടെ LED അല്ലെങ്കിൽ QLED ടി വികളെ അപേക്ഷിച്ചിട്ട് ഈ ഡിസ്പ്ലേയിലുള്ള ഓരോ പിക്സൽസിനെയും, അതായത് ഓരോ ഡോട്ട്സിനെയും ടി വിക്ക് ഓഫാക്കാനും ഓണാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇമേജസും, അതായത് നമ്മളെ വീഡിയോയിലെ പിക്ചേഴ്സിൽ വരുന്ന ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണിക്കാൻ ഈ OLED ടി വികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പിക്ചർ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ടി വിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടി വി ടെക്നോളജിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിലും കൊടുക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിലും അത് കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന LGൻ്റെ G സീരീസ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ സീരീസാണ്. അതിന് മുകളിൽ LGയുടെ സിഗ്നേച്ചർ പ്രീമിയം സീരീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഈവൻ പ്രീമിയം റേഞ്ചിൽ ഉള്ള സീരീസാണ് G സീരീസ്. അതിൻ്റെ താഴെയാണ് C സീരീസ് വരുന്നത്. അതിൻ്റെ താഴെ B സീരീസും പിന്നെ A സീരീസ് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വാങ്ങാൻ പറ്റുന്ന A സീരീസും ആണ് ഉള്ളത്. അപ്പോൾ പെർഫെക്റ്റ് ബ്ലാക്സിൻ്റെ കൂടെ തന്നെ ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റും ഇൻറ്റൻസ് കളറും ഒക്കെ നമുക്ക് ഈ ടി വിയിൽ കിട്ടും. ഈ LG G3 ശരിക്കും പറഞ്ഞ് ഒരു അസ്റ്റോണിഷിംഗ് ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. 2022 C2 B2 അങ്ങനത്തെ മോഡൽസിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര അധികം ഡിഫറൻസ് ഉണ്ട് ബ്രൈറ്റ്നെസ്സിൽ. ഡിസൈൻ നോക്കുകയാണെങ്കിൽ അൾട്രാ സ്ലീക്ക് ആയിട്ടുള്ള ഒരു പാനലാണ് ഈ ടി വിക്ക് കാണുന്നത്. താഴെ ഒരു IR റിസീവർ ഉണ്ട്, റിമോട്ട് റിസീവ് ചെയ്യാൻ. പിന്നെ പവർ ലൈറ്റും ബോട്ടം സെൻറ്ററിൽ നമുക്ക് കാണാം. പിന്നെ കാണാൻ പറ്റുന്നത് ഇൻക്രെഡിബിളി സ്ലിം ആയിട്ടുള്ള ഒരു 1/16 ഇഞ്ച് സൈസുള്ള ഒരു ബെസലാണ്. അത് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ കളറിലാണ്. ഒരു നല്ല പ്രീമിയം ലുക്കാണ് ആ ഒരു സിൽവർ കളർ നൽകുന്നത്. ബാക്കിയുള്ള LGൻ്റെ B C സീരീസ് OLED ടി വികളൊക്കെ ഒരു ബ്ലാക്ക് ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു സിൽവർ കളർ നല്ലൊരു പ്രീമിയം, ഒരു സ്റ്റാൻഡ് ഔട്ടും ആയിട്ട് നമുക്ക് G സീരീസിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ അടുത്ത് കണ്ട കുറേ ഹൈ പെർഫോമൻസ് ടെലിവിഷനിൽ LG G3 ഏറ്റവും നല്ലൊരു ടി വി തന്നെയാണ് എന്ന് സംശയമില്ലാതെ പറയാം. ഈ ടി വി ശരിക്കും നല്ല പെർഫെക്റ്റ് കോൺട്രാസ്റ്റും ബ്ലാക്ക് ലെവൽ, OLEDൻ്റെ ആ ബ്ലാക്ക് ലെവലും ഒക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അഭൂതപൂർവമായ ഒരു ബ്രൈറ്റ്നെസ്സും ഈ പാനലിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായാലും പൈസ കൂടും. അപ്പോൾ G3 ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും ഹയറാണ്. ഒരു 1.25 ലക്ഷം ഉറുപ്പ്യ മുതൽ 1.30 വരെ 55 ഇഞ്ച് ടി വി നിങ്ങൾക്ക് ഇത് റീറ്റെയിൽ ഷോപ്സിൽ കിട്ടും. അത് പക്ഷേ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡിസ്പ്ലേക്ക് നല്ലൊരു ഡീല് തന്നെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടി വി. നിങ്ങളിപ്പം മാർക്കറ്റിൽ ഹൈ എൻഡ് ടി വി ഷോപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്ര അധികം പൈസ സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് LGയുടെ ഇതിൻ്റെ താഴെയുള്ള C3 സീരീസും നോക്കാം. C3യിൽ നിങ്ങൾ പൈസ കുറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ മിസ് ഔട്ട് ആവുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബ്രൈറ്റ്നെസ് കുറയും, പിന്നെ ആ ഒരു സ്ലീക്നെസ് കുറച്ചും കൂടെ തടി ഉണ്ടാവും C3. ഈ ഒരു മറ്റേ G3യുടെ ഒരു ഗാലറി പോലത്തെ ഒരു ചുമരിനോട് ഭയങ്കര ഫ്ലഷ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു സ്ലിം ടി വി നിങ്ങൾക്ക് കിട്ടില്ല C3. പിന്നെ C3യിൽ കുറച്ചും കൂടെ ഡിഫറെൻറ്റ് സൈസസും കുറവുള്ള സൈസസും നിങ്ങൾക്ക് G3നെക്കാളും കിട്ടും. അതിൻ്റെയും താഴെ നിങ്ങൾ പ്രൈസിന് പോകുകയാണ്, അതായത് B3 സീരീസ് പോകുകയാണെങ്കിൽ G3നെക്കാട്ടും കളറ് ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. അത് പിന്നെ A9 പ്രോസസ്സറും ഉണ്ടാവില്ല. പിന്നെ പക്ഷേ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ G3നെക്കാളും C3ക്ക് കളർ ഗാമറ്റ് കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടെ കളർ ഡെപ്തും പിന്നെ HDR കളറും കുറച്ചും കൂടെ കൂടുതൽ ഈ LGൻ്റെ G3നെക്കാട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ ബ്രൈറ്റ്നെസ്സും ഇതൊക്കെ വെച്ചിട്ട് തന്നെ HDRൻ്റെ ഒരു HDR10+ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൈറ്റ്നെസ് ശരിക്കും എങ്ങനെയാണ് ഇവർ ഈ OLEDയിൽ കൊണ്ടുവന്നത്? അതിൻ്റെ സീക്രറ്റ് എന്ന് പറയുന്നത് പുതിയൊരു OLED ടെക്നോളജിയാണ്. മൈക്രോ ലെൻസ് എറേ അല്ലെങ്കിൽ MLA OLED എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇതിലുള്ളത്. അപ്പോൾ OLED പാനലിൻ്റെ മുകളിൽ തന്നെ കുറേ ബില്യൺസ് ഓഫ് ഈ ലെൻസസ് വെച്ചിട്ട് ആ ലൈറ്റിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ സ്കാറ്ററും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഇമേജ് ഈ എഫിഷ്യൻസി കൊണ്ടുവന്നിട്ടാണ് ഈ MLA OLED കുറച്ചും കൂടെ ആ ബ്രൈറ്റ്നെസ് കൂടുതൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നെസ്സും G3 നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ
ഷാഡോസും അങ്ങനത്തെ ഇരുട്ടുള്ള സീൻസൊക്കെ വരുമ്പോൾ ആ OLEDൻ്റെ ആ ഒരു സ്വാഭാവിക ഒരു ഗുണം കൊണ്ട് തന്നെ അത് നന്നായിട്ട് നമുക്ക് ഇമേജസ് ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് സ്ക്രീനും നന്നായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെക്കുന്ന ഈ റൂം കുറച്ച് നല്ല ബ്രൈറ്റ്നസ് ഉള്ള റൂമും ഓഫീസ് റൂമൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി G സീരീസിന് പോകാൻ നോക്കുക. കാരണം ആ ഒരു ബ്രൈറ്റ്നസ് ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്ക് ഉപയോഗമായിട്ടും വരും. ഞാൻ ഈ TV-യിൽ പ്ലേ ചെയ്ത ഈ കോണ്ടന്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും ബ്ലാക്ക് ലെവൽസും ക്ലാരിറ്റിയും ആ ഭംഗിയൊന്ന് ആ പിക്ചറിൻ്റെ ഒരു ഭംഗിയെല്ലാം ഒന്ന് കണ്ടു നോക്കും. മൂവീസും ഈ കോണ്ടന്റും 4K കോണ്ടന്റൊക്കെ ശരിക്കും ഇങ്ങനെ ഇരുന്ന് നമ്മൾ കണ്ടുപോകുന്നില്ല. അത്ര അടിപൊളി ഡിസ്പ്ലേ ആണ്. നെറ്റ്ഫ്ലിക്സും യൂട്യൂബിലും മൂവീസൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി എലിഫൻറ്റ് ഇൻ ദ റൂം. ആരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യം, അതായത് OLED ബേണിങ്. പക്ഷെ പണ്ടത്തെ OLED ഡിസ്പ്ലേ ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പോരായ്മകളാണ് ബേണിങ് എന്ന് പറയുന്ന ഇഷ്യൂ. അതായത് കുറേ നേരം നമ്മൾ ഒരേ സീനും ഒരേ നേരത്ത് ഒരു 2-3 ദിവസമൊക്കെ അത്രയും അവേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് TV ഓണാക്കി ഇട്ടാൽ ആ ഒരു ഇമേജ് അവിടെ തന്നെ നമ്മൾ ചാനൽ മാറ്റിയാലും റീറ്റെയിൻ ചെയ്യുന്ന ഒരു സംഗതിനെയാണ് ബേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് എല്ലാ മാനുഫാക്ചറും OLED തരുന്ന ഇപ്പോൾ LG ആണെങ്കിൽ പിക്സൽ റിഫ്രഷ് ടെക്നോളജി സ്ക്രീൻ സേവറൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഇഷ്യൂ പാടെ കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോണി ആയാലും സാംസങ് ആയാലും OLED സ്ക്രീൻ തരുന്ന ഏത് കമ്പനി ആണെങ്കിലും ഇങ്ങനത്തെ ടെക്നോളജീസ് കൊണ്ടുവന്നിട്ട് അവർ ആ കംപ്ലീറ്റ് ആ ഒരു ബേണിങ് ഇഷ്യൂ കുറേയൊക്കെ അത് റിമൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആരും ഒരു ചാനൽ 1 മണിക്കൂർ പോലും നമ്മൾ കൂടുതൽ വെക്കില്ല. നമ്മൾ അപ്പോഴേക്കും 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചാനൽ മാറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും ഈ ബേണിൻ്റെ ഇഷ്യൂ ഒന്നും അത്ര വരാൻ പോകുന്നില്ല. ഇനി സോഫ്റ്റ്വെയർ എടുത്താൽ LGൻ്റെ WebOS സ്മാർട്ട് OS പ്ലാറ്റ്ഫോമാണ് LG ഇതിൽ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന OTT ആപ്സും പിന്നെ ആവശ്യമുള്ള ചാനൽസും എല്ലാ സംഗതികളും ആപ്സൊക്കെ നമുക്ക് ഈ LGൻ്റെ WebOS സ്റ്റോറിൽ കിട്ടുന്നുണ്ട്. പിന്നുള്ളത് ഇത് ഒരു 2 കൊല്ലം മുന്നുള്ള 2021-2022 LG OLED TVകളിലൊക്കെ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെക്കാട്ടും നന്നായിട്ട് ഫാസ്റ്റായിട്ട്, പിന്നെ മെനു കുറച്ചും കൂടെ അവർ നന്നായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കുറച്ചും കൂടെ ക്വിക്കായിട്ട് നമുക്ക് പിക്ചർ മോഡ്സ് മാറ്റാനും സൗണ്ട് മോഡ് മാറ്റാനും ആ സെറ്റിങ്സ് ഒക്കെ പെട്ടെന്ന് എടുക്കുവാനും വളരെ എളുപ്പമാക്കി അവർ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ഈ WebOS 5 കൊല്ലത്തേക്ക് LG ഉറപ്പ് തന്നിരിക്കുകയാണ് അപ്ഗ്രേഡ്. അപ്പോൾ നമുക്ക് എന്തായാലും 5 കൊല്ലം വരെ ഈ TVക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ തരുന്ന തന്നെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ബെസ്റ്റ് സ്ക്രീൻ ടെക്നോളജി വേണമെങ്കിൽ നമ്മൾ ഇന്ന് ആ ഒരു എഫോർഡബിൾ റേഞ്ചിൽ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി LGക്ക് തന്നെ പോകണം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ആപ്പിൾ TV. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു ഡിവൈസ്, അതായത് ഗൂഗിൾ ക്രോം കാസ്റ്റോ അല്ലെങ്കിൽ MIൻ്റെ ആൻഡ്രോയിഡ് TV ബോക്സോ അല്ലെങ്കിൽ ആപ്പിൾ TVയോ എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ HDMI വഴി ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രീനും ഡിസ്പ്ലേയും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആപ്പിൾ TVയോ നിങ്ങൾക്ക് ഉപയോഗിക്കാനും എൻജോയ് ചെയ്യാനും ഈ TVയിൽ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഇതിൽ മാജിക് റിമോട്ടാണ് വന്നിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഇത് ഭയങ്കര അമേസിംഗ് ആണ് യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ആ ഒരു മൗസ് പോയിന്റർ മൂവ്മെൻറ്റും വളരെ ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ആ ഒരു നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഐക്കൺസ് ക്ലിക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ആപ്സ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇത് 2021-2022
മോഡൽ മാജിക് റിമോട്ടുകളെക്കാട്ടും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ടി വി റിമോട്ടിലുള്ള പോലെ തന്നെ എല്ലാ മെയിൻ ആയിട്ടുള്ള OTT ആപ്സിലേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, പിന്നെ ഡിസ്നി പ്ലസ്, LG ചാനൽസ്, അങ്ങനത്തെയുള്ള എല്ലാ സംഗതികളിലേക്കും അവർ ഷോർട്ട് കട്ട് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പോർട്സ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 HDMI പോർട്ടും അതിൽ ഒന്ന് EARC-ആണ്, ഒന്ന് USB-യും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോആക്സിയൽ കേബിളും നമ്മുടെ ഒപ്റ്റിക്കൽ ഔട്ട് SPD IF ഓഡിയോ ഔട്ടും ഇൻ്റർനെറ്റ് LAN കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെയുള്ള 2 HDMI-യും 2 USB-യും താഴേക്കുമായിട്ട് നമുക്ക് ഈ ടി വിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. ഈ ടി വി വരുന്നത് വാൾ മൗണ്ട് ബ്രാക്കറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടാണ് വരുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് വാൾ മൗണ്ട് ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന ടൈപ്പ് വാൾ മൗണ്ട് അല്ല. ഒരു 300x300 വെസ മൗണ്ടിൽ ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ബാക്കിലേക്ക് വളരെ ഫ്ലഷ് ആയിട്ട് ചുമരിനോട് അടുപ്പിച്ചിരിക്കും. അതാണ് ഈ G സീരീസ് അല്ലെങ്കിൽ ഗാലറി സീരീസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ വെക്കുന്ന പോലെ ഇത് നമുക്ക് ഭയങ്കര ഭംഗിയിൽ നല്ല രസത്തിൽ ഇത് നമുക്ക് ചുമരിൽ വാൾ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ ടേബിളിൻ്റെ മുകളിൽ സ്റ്റാൻഡോട് കൂടി വെക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് LG-യിൽ നിന്ന് നമ്മളത് വാങ്ങേണ്ടി വരും. അപ്പോൾ HDMI പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ HDMI ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡായ 2.1 തന്നെയാണ് ഈ പോർട്ടുകളിൽ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ HDMI പോർട്ടിന് 4K റെസൊല്യൂഷൻ 120 frames per second ഈ പോർട്ടുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ EARC എന്നുള്ള ആ ഒരു കൂടുതൽ ഓഡിയോസ് ഫോർമാറ്റ്സ് സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ സൗണ്ട് ക്വാളിറ്റി കിട്ടുവാനും എല്ലാം ഇത് സാധിക്കും. മാത്രമല്ല ഓട്ടോ ലോ ലേറ്റൻസി മോഡ് ALLM നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സ്ക്രീൻ ടയർ ഒന്നും ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് അതിൽ കളിക്കുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് PS5 PlayStation 5 അല്ലെങ്കിൽ Xbox ഒക്കെ ഉണ്ടെങ്കിൽ, കൺസോൾസ് ഉണ്ടെങ്കിൽ അത് ഈ HDMI പോർട്ടിലേക്കൊക്കെ കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാ 4 പോർട്ടും 4K 120 FPS നമുക്ക് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹാർഡ് കോർ ഗെയിമേഴ്സിൻ്റെ ഏറ്റവും ഒരു ഡ്രീം ടി വി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി ഇതിൻ്റെ ഒരു പോരായ്മ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HDR കളർ കുറച്ച് കുറവാണ്. പിന്നെ HDR10+ സപ്പോർട്ടും ഇല്ല. അപ്പോൾ അത് പക്ഷേ ഒരു ഡീൽ ബ്രേക്കർ അല്ല. അപ്പോൾ നമ്മൾ G4 ഈ ലേറ്റസ്റ്റ് ഇക്കൊല്ലത്തെ G4 മോഡലിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ OLED പാനലിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുണ്ട്. മെറ്റ 2.0 പാനലാണ് LG ഡിസ്പ്ലേ ഇതിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ആൽഫ 11 AI പ്രോസറാണ് ഏറ്റവും ലേറ്റസ്റ്റ് G4 സീരീസിൽ വരുന്നത്. ബ്രൈറ്റ്നസ് ഓൾറെഡി G3 അടിപൊളിയാണ്. അതിൻ്റെ കൂടെ G4 വീണ്ടും ബ്രൈറ്റ് ആക്കി എന്നാണ് LG പറയുന്നത്. അപ്പോൾ LG ഒരു ബ്രൈറ്റ്നസ് ബൂസ്റ്റർ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് എന്നാണ് G3യിൽ പറയുന്നത്. അത് G3യിൽ കുറച്ചും കൂടെ ഒരു 70% ബ്രൈറ്റർ ഇമേജസ് പഴയ നോൺ OLED EVO LGൻ്റെ B3 അങ്ങനത്തെ മോഡൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഡിഫറൻസ് ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു C10 2021-22 ഒരു മോഡലാണ്. അതിനെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് G3ൻ്റെ ബ്രൈറ്റ്നസ്സും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടി വിക്കുള്ള ബഡ്ജറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി LG G3 OLED നിങ്ങളുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിലും ഉണ്ടാവണം. ഈവൻ നിങ്ങളുടെ ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ അത് ഉണ്ടാവണം. ഇന്നത്തെ സമയത്ത് LG 2024 LG G4 2024 മോഡലിനും കഴിഞ്ഞ കൊല്ലത്ത് G3 ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത 2023 മോഡലും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതിന് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. G3 അപ്പോൾ പോലും ഈ ഒരു 2024 എടുക്കാൻ പോലും നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രീമിയം ടി വി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ LG G3 ടി വിൻ്റെ വീഡിയോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫ്രം ഗിസ്മോ.